വഴങ്ങാതെ പി.വി. അൻവർ, വി.ഡി. സതീശൻ നയിക്കുന്ന UDF-ലേക്കില്ലെന്ന് അൻവർ. പണമില്ലാത്തതിനാൽ മത്സരത്തിനുമില്ല. ഞാനിനി അതിലേക്കില്ല, ഞങ്ങളോട് പറയാം. ഞാൻ ആ ഒരു സംവിധാനത്തിലേക്ക് വിശ്വാസ വഞ്ചന അദ്ദേഹം ഈ പൊസിഷനിലിരുന്ന് ഈ കാര്യങ്ങൾ നയിക്കുമ്പോൾ ഞാൻ അതിലേക്കില്ല. മത്സരിക്കാൻ ഞാനുണ്ട്. മത്സരിക്കാൻ അടുത്ത് 5 പൈസ ഇല്ല. സതീശന് പിന്നിൽ ചിലരുണ്ട്. എം സ്വരാജിനും വിമർശനം. സംരക്ഷിച്ച് അൻവറിനെ പരാജയപ്പെടുത്തുക എന്ന മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ച് ഇപ്പോഴും പോവുകയാണ്. പിണറായി സത്തെ താലോലിക്കുന്നതിൽ മുൻപന്തിയിലല്ലേ സ്വരാജ്? ഈ വന്യമുഖ വിഷയങ്ങൾ മുഴുവൻ ഉണ്ടായിട്ട് നിലമ്പൂരിലേക്ക് കടന്നു വന്ന് ഈ ഗവൺമെൻറ്റിനടുത്ത് പോരായ്മയുണ്ടെന്ന് സൂചിപ്പിക്കാനെങ്കിലും ഈ പറയുന്ന എം സ്വരാജ് തയ്യാറായിട്ടുണ്ടോ? നിലമ്പൂരിലെ ജനങ്ങളെന്ന് പറയട്ടെ. നിലമ്പൂരിൽ പോര് കൊഴുക്കുന്നു. LDF സ്ഥാനാർത്ഥി മണ്ഡലത്തിലെത്തി. എം സ്വരാജിന് വൻ വരവേൽപ്പൊരുക്കി പ്രവർത്തകർ. UDF സ്ഥാനാർത്ഥി ആര്യാടൻ ഷൗക്കത്ത് ഉടൻ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കും. BJP സ്ഥാനാർത്ഥി ഉണ്ടാകുമോ എന്നതിൽ അനിശ്ചിതത്വം തുടരുന്നു. സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരുന്നു. കുട്ടനാട്ടിലെ താഴ്ന്ന പ്രദേശങ്ങൾ വെള്ളത്തിനടിയിൽ. 851 കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിച്ചു. കൊല്ലം ആദിച്ചനല്ലൂരിൽ ദുരിതാശ്വാസ ക്യാമ്പ് തുറന്നു. വിഴിഞ്ഞത്ത് കാണാതായ മത്സ്യത്തൊഴിലാളികൾക്കായി തിരച്ചിൽ തുടരുന്നു. കാണാതായത് 9 പേരെ. ഇന്ന് 4 ജില്ലകളിൽ ഓറഞ്ച് അലർട്ട്. രാജ്യത്ത് ആശങ്കയുയർത്തി വീണ്ടും കോവിഡ് കേസുകൾ ഉയരുന്നു. 24 മണിക്കൂറിനിടെ 7 മരണം. ആകെ ആക്റ്റീവ് കേസുകളുടെ എണ്ണം 2710 കേരളത്തിൽ മാത്രം 1147 കേസുകൾ. പാലക്കാട് അട്ടപ്പാടിയിൽ കാട്ടാന ആക്രമണത്തിൽ പരിക്കേറ്റയാൾ മരിച്ചത് ചീരക്കടവ് സ്വദേശി മല്ലൻ. കഞ്ചിക്കോട് ജനവാസ മേഖലയിൽ ഇറങ്ങിയ കാട്ടാനയെ തുരത്താൻ ശ്രമം തുടരുന്നു. കുങ്കിയാനയെ എത്തിച്ച് കാട് കയറ്റാൻ ശ്രമം.